ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജനനത്തിന്റെ ദിവസമായ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ സെന്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ഈ ധ്യാന കേന്ദ്രം അനേകം പേർക്ക് ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളതുപോലെ വർഷങ്ങളായി ക്രമീകരിച്ച് അതിൽ പങ്കുചേർന്ന് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് ലോകത്തിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ സ്വന്തമായി തന്നെ പങ്കിട്ട് നൽകി, തന്റെ തിരുശരീരവും തിരുരക്തവും ബലിയായി നൽകി നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നിവർത്തിക്കപ്പെടുന്നത്. യേശുവിന്റെ സ്നേഹമാണ്, ക്രിസ്തുവിന്റെ സ്നേഹം അത് പങ്കുവയ്ക്കപ്പെടലിൻ്റെതാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ച് വീണ്ടെടുത്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ബേത്ലഹേമിൽ പിറന്നപ്പോൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് അവിടെ നോക്കിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാരോട് ഒരു ദിവ്യമായ സുവിശേഷം അറിയിച്ചു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സുവിശേഷ മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ബേത്ലഹേമിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങൾക്ക് വേണ്ടി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും മതത്തിന് വേണ്ടി ജനിച്ചവനല്ല, ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി ജനിച്ചവനല്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തിനു വേണ്ടി ജനിച്ചവനാണ്. കാരണം ഈ ലോകത്തിൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ദൈവമായവൻ ക്രിസ്തുവാണ്. അവനാണ് മനുഷ്യനായി അവതരിച്ചത്. അവൻ ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യനായി അവതരിച്ചത്. അവൻ കന്യകയിലൂടെ ലോകത്തിന് അസാധ്യമായിരിക്കുന്നതായ സാധ്യമാക്കി തീർക്കുന്നവനായ ദൈവം കന്യകയിലൂടെ മനുഷ്യനായി ലോകത്തിൽ പിറന്ന് നമ്മെ പോലെ ഒരുവനായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ സൗഭാഗ്യം വീണ്ടെടുത്ത് നമ്മെ സ്വർഗീയ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി നമ്മെ പോലെ മനുഷ്യനായി നമ്മളിൽ ഒരുവനായി തീർന്നു. നമ്മെ മുഴുവനും സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ ദൈവം ആരാണെന്ന് ചോദ്യത്തിന് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. സകലത്തിന്റെയും ഉടവൻ, കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ച സൂര്യനെ സൃഷ്ടിച്ചവൻ സൂര്യനേക്കാൾ വലിയവനാണ്. സൂര്യനെ നമുക്ക് ഭയമുണ്ട്, കാരണം സൂര്യന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല, ചെന്നാൽ നാം കരിഞ്ഞു പോകും. പക്ഷേ സൂര്യനെ സൃഷ്ടിച്ചവൻ അതിനേക്കാൾ അപ്പുറമായ ദിവ്യമായ പ്രകാശമാണെങ്കിൽ ആ അഖിലാണ്ടത്തിന്റെ ഉടയവൻ മനുഷ്യനായി മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്, നമുക്ക് വേണ്ടി ബലിയായി യാഗമായി തീർന്നത് നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവൻ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. എത്രമാത്രം സ്നേഹിച്ചു അത് പരിശുദ്ധനായ പൗലോസ് പറയുന്നു, ക്രൂശിലെ മരണത്തോളം നിങ്ങളെ സ്നേഹിച്ചു എന്നാണ്. ഹല്ലേലൂയ! ക്രിസ്തു മാത്രമാണ് ജനിച്ചത്. അവൻ ക്രിസ്ത്യാനിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായി ജനിച്ചവനല്ല, അവൻ മുസൽമാനു വേണ്ടി മാത്രം ജനിച്ചവനല്ല, അവൻ ഹൈന്ദവന് വേണ്ടിയും ജനിച്ചവനല്ല. അവൻ ക്രിസ്ത്യാനിക്ക് വേണ്ടിയും മുസൽമാനു വേണ്ടിയും അവൻ ഹിന്ദുവിന് വേണ്ടിയും സകല മനുഷ്യവർഗത്തിന് വേണ്ടി ജനിച്ചവനാണ്. അവനെ പിൻപറ്റിയവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവനെ പിൻപറ്റിയവരെ ആക്ഷേപിച്ച് വിളിച്ചതാണ് ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ എന്ന്. എന്നാൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് അഭിമാനത്തോടെ ഏറ്റെടുത്തപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച അനേക പിതാക്കന്മാരുടെ രക്തത്തിന്റെ വളമാണ് ഇന്നും ലോകത്തിൽ ക്രിസ്തു ജീവിച്ച് ഇതുപോലുള്ളതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പങ്കുവെച്ചു തരുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിന്റെ ഉദാത്തമായിരിക്കുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഹല്ലേലൂയ!